ഹലോ. പിന്നെ NMS എക്സാം ആയിരിക്കും, അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. ഉഷാറായിട്ട് നമുക്ക് ഇക്കൊല്ലത്തെ പരീക്ഷയും പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരേ പൊളിയായിട്ട് നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പരീക്ഷ ഇങ്ങോട്ട് അടുക്കുകയാണ്. നിങ്ങളുടെ പബ്ലിക് എക്സാം, NMS എക്സാം അല്ല, പബ്ലിക് എക്സാം. ഇപ്പോൾ പബ്ലിക് എക്സാം ഇപ്പോൾ ഒരുപാട് പേർക്ക് കൺഫ്യൂസിങ് ആണ്, ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സബ്ജക്റ്റുകൾ ഒരുപാട് പേരുണ്ട്. ചില കുട്ടികൾക്ക് മാത്സ് ടഫാണ്, ചില കുട്ടികൾക്ക് ഫിസിക്സ് ടഫാണ്, ചില കുട്ടികൾക്ക് സോഷ്യൽ ടഫാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇനി ഇതൊക്കെ എങ്ങനെയാ പെട്ടെന്ന് പഠിച്ചു തീർക്കുക? റിവിഷൻ വേണ്ടേ? വെറുതെ കുറെ പഠിച്ചിട്ട് കാര്യമല്ല, എങ്ങനെ ചോദ്യം വരുമെന്ന് അറിയണം, എങ്ങനെയാണ് റിവിഷൻ നടത്തുക, ഏതൊക്കെ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ നല്ല മാർക്കോടുകൂടെ 9ാം ക്ലാസ്സിലേക്ക് ജയിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം. അതോടൊപ്പം തന്നെ ഇത് നല്ലൊരു ഓഫർ മക്കൾ മനസ്സിലാക്കിക്കോ. 1232 എന്ന് പറയുന്ന ചെറിയൊരു ഓഫർ, ഏർലി ബേർഡ് ഓഫറാണ്. അതായത് ഓൺലൈൻ റിവിഷൻ ബാച്ച് 2025-26 ക്ലാസ് 8 ഇത്രയും ഫീച്ചേഴ്സ് വെറും 1200 സംതിങ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇനിയും വൈകണ്ട, നിങ്ങൾ ഒരുപാട് പേര് ഇപ്പോഴേ ലേറ്റ് ആണ്. അപ്പം ഇനിയും അഡ്മിഷൻ എടുക്കാത്ത മക്കള് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തോളാ, അഡ്മിഷൻ എടുക്കുക. കാര്യം നിങ്ങൾക്ക് കാര്യം അറിയാതെ ഈ ഒരു നമ്പറിലേക്ക് എന്ത് ചെയ്താൽ മതി, വിളിച്ച് അഡ്മിഷൻ എടുത്താൽ മതി. ഉഷാറായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് ഇത്തവണത്തെ NMMSഉം അതുപോലെ NMS ബാച്ച് ഫ്രീ ആണ് കേട്ടോ. കാര്യം ഇത്രയും ഫ്രീ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്നാ കിട്ടുക? പെട്ടെന്ന് തന്നെ NMS ബാച്ചിൽ ഇല്ലാത്ത കുട്ടികളൊക്കെ വേഗം പോയി സൈലം ലേണിംഗ്സ് ഓൺ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങളുടെ നമ്പർ അടിച്ചു കൊടുത്താൽ മാത്രം മതി, ഫ്രീ ആയിട്ട് കിട്ടും. നമ്മുടെ ബ്രഹ്മോസ് ബാച്ച് കംപ്ലീറ്റ് ടോപ്പിക്സും അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ആക്കി വെച്ചിട്ടുണ്ട്, ഒരേ പൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഏർലി ബേർഡ് ഓഫർ എന്ന് പറയുന്ന, അതായത് ന്യൂ ബാച്ച്, അതായത് പുതിയ ബാച്ച് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ ഗെയിമാണ്, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തോളാം, സെറ്റപ്പ് ആക്കുക. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇത് പറയാൻ വേണ്ടി മാത്രമല്ല, ക്വസ്റ്റ്യൻസ് നിങ്ങൾ NMOസിന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച ചോദ്യം. ഒരുപാട് പേര് മാത്സ് സാർ, എനിക്ക് മാത്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് സാർ പറഞ്ഞു തരുമോ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡൗട്ട്സ് ഉണ്ട് സാർ. അപ്പൊ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് സാർ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. മക്കളെ, ചോദ്യം കണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട, വലിയ എന്തോ തേങ്ങയാണെന്നൊക്കെ വിചാരിക്കും, പക്ഷെ അതിന് മാത്രം വലിയൊരു പോലുമില്ല. കാര്യം എന്താണെന്നറിയോ? ചോദ്യം വായിച്ചോ. ദ റിമൈൻഡർ വെൻ 9⁻15 + 6 ഈസ് ഡിവൈഡഡ് ബൈ 8 ഈസ് 9⁻15 + 8 ഇത് റിപ്പീറ്റഡ് ആണ്. സംശയം ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത ചോദ്യം വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാ മക്കളെ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ NMS ചോദ്യം ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ചോദ്യം. പഠിച്ചു വെച്ചോ. ചോദ്യം നോക്ക്, കേട്ടോ. 9⁻15 + 6നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ശിഷ്ടം എത്ര? ഒരേ പൊളി ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇത് എങ്ങനെയാ ചെയ്യാന്നറിയോ? അതായത് 9⁻50 എന്ന് പറയുന്ന സംഖ്യ, സാധാരണഗതിയിൽ ഇത് ചെയ്യാൻ ഒരു വഴിയുണ്ട്. അതായത് ഇതാണ് നമ്മുടെ ചോദ്യം. 9⁻15, ഒരു 6 അപ്പുറത്തുണ്ട്, ഡിവൈഡ് ചെയ്യാൻ പറയുന്ന നമ്പർ ഏതാണ്? 8 ആണ്. 8 ആണ്. അപ്പോൾ ശരിക്കും ഇതെങ്ങനെ ചെയ്യാം? 9 15 പ്രാവശ്യം ചെയ്യണം. 9 × 9 × 9 × 9 × 9 × 9 × 9 × 9 × പെട്ടെന്നൊന്ന് ലൈക്ക് അടിക്കണേ, അത് പറയാൻ വിട്ടു, ഏതാണ്, സോറി. എന്നിട്ട് 6 കൂട്ടാം, എന്നിട്ട് 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഈ ശിഷ്ടത്തിനെയാണ് നമുക്ക് കാണേണ്ടത്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിന്നാൽ നമുക്ക് ഇന്ന് കയ്യോടോ ഇല്ല. പക്ഷെ നമ്മൾ എന്ത് പഠിക്കുകയാണെങ്കിലും അതിന്റെ ലോജിക്കും പഠിക്കണം, എളുപ്പവഴിയും പഠിക്കണം. അതല്ലേ നല്ലത്? കാര്യം എളുപ്പവഴി മാത്രം പഠിച്ചാൽ അത് ആ ചോദ്യത്തിന് മാത്രമേ സ്യൂട്ടബിൾ ആവത്തുള്ളൂ. അതേ ചോദ്യം പോലെ ഏറെ ഏതെങ്കിലും വന്നാൽ നിങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആദ്യം ഞാൻ ലോജിക്ക് പറഞ്ഞുതരാം മക്കളെ. ലോജിക് ഈസ് വെരി സിമ്പിൾ. ഇവിടെ ഇപ്പം 9⁻15 വന്നാലല്ലേ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. ആ 9⁻15 അല്ലാണ്ട് വേറെ ഏതെങ്കിലും നമ്പർ വന്ന് വരികയെന്ന് വിചാരിക്കും. ഇപ്പൊ 9⁻15 പകരം 9⁻1 വന്നു എന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ 9⁻1 വന്നു. 15 പകരം നിങ്ങൾ 1 എടുക്കുക, എന്നിട്ട് 6 കൂട്ടുക. 9⁻1 പറഞ്ഞാൽ 9 ആണ്. 9 6 കൂട്ടിയ 15 ആണ്. ആ 15നെ നിങ്ങൾ ഈ 8 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞത്. 8 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് 9ൽ എത്ര, 15ൽ എത്ര 9 ഉണ്ടടാ, സോറി 15ൽ എത്ര 8 ഉണ്ട്? 8 15 8 കുറച്ചാൽ 7 ആണ് റിമൈൻഡർ. നമുക്ക് കിട്ടി, ഇവിടെ 7 ആണ് റിമൈൻഡർ മക്കളെ. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇത് 1 മുകളിൽ വരുമ്പോ കിട്ടുന്ന സാധനമാണ്, കണ്ടോ? അതായത് മുകളിൽ 1 വന്നാൽ കിട്ടുന്നതാണ്. ഇത് ലോജിക്കാണേ. ഇനിയിപ്പോ 1ന് പകരം 2 ആണ് വരുന്നത് വിചാരിച്ചോ. ഈ 1ന് പകരം 2 വരും. അപ്പൊ 15ന് പകരം 1 എഴുതി. 1 വന്നപ്പോൾ നമുക്ക് റിമൈൻഡർ 7 കിട്ടിയത്. അതുപോലെ തന്നെ എളുപ്പമായി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കേട്ടോ. 9ന്റെ മണ്ടയിൽ 2 വന്നു എന്ന് വിചാരിച്ചോ. ഇവിടെ കൂട്ടേണ്ടത് 6 തന്നെയാണ്. ഒരു പറഞ്ഞത് ഡിവൈഡ് ചെയ്യേണ്ട നമ്പർ 8 തന്നെയാണ് അല്ലെ. 8 കൊണ്ടല്ലേ ഹരിക്കേണ്ടത്. ഓക്കെ. അപ്പൊ 9ന്റെ സ്ക്വയർ എത്രടാ? 9ന്റെ സ്ക്വയർ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 81 + 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 87. ആ 87നെ ഇതേ 8 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്ക്. 87ൽ എത്ര 8 ഉണ്ടടാ? 10 8 80. റിമൈൻഡർ 87ന്ന് 80 പോയാൽ നമുക്ക് വീണ്ടും നമ്മുടെ റിമൈൻഡർ ഇവിടെ സെറ്റ് ആണ് 7. കണ്ടോ? അപ്പൊ ഇവിടെ നിന്ന് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ മുകളിൽ 1 വന്നാലും
6 കൂട്ടി 8 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞിട്ട് ഹരിച്ചപ്പോൾ റിമൈൻഡർ ശിഷ്ടം 7 കിട്ടിയത്. ഇനിയിപ്പോ മുകളിൽ 15ന് പകരം 1 വന്നു 2 വന്നാലും നമ്മൾ 6 കൂട്ടി 8 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴും ശിഷ്ടം 7 കിട്ടിയത്. ഇതിൽ നിന്നാ മനസ്സിലാക്കേണ്ടത്, ഇനിയിപ്പോ 3 വന്നാലും 4 വന്നാലും 5 വന്നാലും 6 വന്നാലും ഒരേ പൊളി 15 വന്ന 6 കൂട്ടിയാലും ആൻസർ ഒരേ പൊളി 7 ആയിരിക്കും. ദേ നമ്മുടെ ഉത്തരം കിഡിലാവും. എങ്ങനെയുണ്ട്? ഇനി ഇതിന്റെ എളുപ്പവഴിയല്ലേ വേണ്ടേ? നമുക്ക് കുറെ പേർക്ക് എളുപ്പവഴിയാ വേണ്ടേ. അപ്പൊ എളുപ്പവഴി കണ്ടുപിടിക്കാൻ ഞാൻ ഒരു വഴി പറഞ്ഞുതരാവേ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് നമ്പർ 9⁻15 + 6 ഡിവൈഡ് ചെയ്യേണ്ട നമ്പർ, ഹരിക്കാൻ പറഞ്ഞ നമ്പർ ഏതാണ്? 8 ആണ്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഈ കൃതിയായിട്ട് വരുന്ന സംഖ്യ, പവർ ആയിട്ട് വരുന്ന സംഖ്യയുടെ തൊട്ട് ബാക്കിലുള്ള നമ്പർ ആയിരിക്കും നമ്മളോട് ഹരിക്കാൻ പറയുക. അങ്ങനെയാണ് ഒരു ചോദ്യത്തിന്റെ പാറ്റേൺ. ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ചോദ്യം എളുപ്പമായി പഠിക്കുന്നതിന് മുമ്പ് ലോജിക്ക് പഠിച്ചു വെച്ചു. ഇതാ കേട്ടോ, 9 എന്ന് പറയുന്ന സംഖ്യ, അതായത് കുഞ്ഞോളജി കേക്ക്, ഇവിടെ 9 എന്ന് പറഞ്ഞ നമ്പറാണ്, ഇവിടെ 8 എന്ന് പറഞ്ഞ നമ്പറാണ്. ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞ നമ്പർ ഈ നമ്പറിന്റെ തൊട്ട് ബാക്കിലുള്ള നമ്പറാണ്. അങ്ങനെ വരത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിന്റെ റിമൈൻഡർ കാണാൻ, ശിഷ്ടം കാണാൻ നിങ്ങൾ എത്ര ചെയ്താൽ മതി? ഈ 9ന്റെ തൊട്ട് ബാക്കിലുള്ള 8, അപ്പൊ തന്നെ ശിഷ്ടം 1 എന്ന് ആലോചിക്കുക. എന്നിട്ട് അതിനുശേഷം ഈ 6 കൂട്ടി കൊടുക്കുക. 1ഉം 6ഉം കൂട്ടുമ്പോൾ നമ്മുടെ ഉത്തരം ഇങ്ങനെയും എന്ത് കിട്ടും? 7 കിട്ടും. ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്? എളുപ്പവഴി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് സെക്ഷനിൽ ഇഷ്ടപ്പെട്ടു സാർ എന്നൊന്ന് പറഞ്ഞേ. ഓക്കെ റെഡി ആണോ നിങ്ങൾ? അപ്പൊ അടിപൊളിയായിട്ട് 1+6 നമുക്ക് എത്ര കിട്ടി? 7. സിമ്പിളാണ്. ഇനിയിപ്പോ ഈ പേനയും പേപ്പറും ഇല്ലാണ്ടൊക്കെ നമുക്ക് ചെയ്യാലേ. അതായത് 9ന്റെ തൊട്ട് ബാക്കിലാണ് 8 വരുന്നത്, 1ഉം 6ഉം കൂട്ടിയാലേ ആൻസർ 7. ഇപ്പൊ ചില കുട്ടികൾ ചോദിക്കും, സാർ ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണെന്ന് സാറല്ലേ പറഞ്ഞ്, ഇതെന്താ റിപ്പീറ്റഡ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ കണ്ടോ. സെയിം ടൈപ്പ് സാധനമാണ് കുഞ്ഞോളെ, സെയിം മോഡൽ സാധനമാണ്. രണ്ടാമത്തെ ഒരു കൊല്ലം, വേറൊരു കൊല്ലം ചോദിച്ച ചോദ്യമാണ്. 13⁻23 1 കൊണ്ട് കൂട്ടി 12 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ എന്താണ്? അവിടെ തന്നെ ഞാൻ പഠിപ്പിച്ചതാണ് നിങ്ങളോട്. ഇതാ കേട്ട കുഞ്ഞോളെ, 7 13 ഉണ്ട്. ആ 13ന്റെ തൊട്ട് ബാക്കിലുള്ള നമ്പറാണ് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞത്. 13ന്റെ തൊട്ട് ബാക്കിലാണ് റിമൈൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ അപ്പൊ തന്നെ റിമൈൻഡർ ശിഷ്ടം, അപ്പൊ തന്നെ റിമൈൻഡർ എത്ര വരും? 1. ശേഷം ആ 1നോട് ഈ 1 അങ്ങോട്ട് കൂട്ടിക്കൊടുക്കുക. 1+1. ഇതേ നമ്മുടെ ഉത്തരം ആൻസർ, റിമൈൻഡർ ശിഷ്ടം ആൻസർ 2 ആണ്. ഓപ്ഷൻ 2. റെഡി ആണോ? എങ്ങനെയുണ്ട് ക്വസ്റ്റ്യന്? സാറിന് ഈ ട്രിക്ക് ഇഷ്ടപ്പെട്ടോ? സാറ് ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസിന് ട്രിക്കൊക്കെ ആയിട്ട് മോസ്റ്റ് റിപ്പീറ്റഡ് സീരീസ് അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട്. നിങ്ങൾ ലൈക്ക് അടിക്കാത്ത ഒരുപാട് കുട്ടികളുണ്ട്, അവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചു വെച്ചോ. കാര്യം ലൈക്ക് അടിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് തരാനുള്ള ഒരു ഊർജ്ജം കിട്ടുന്നത്. അപ്പൊ അവരോടൊക്കെ പറയാം, വേഗം താഴെ കമന്റ് സെക്ഷനിൽ സാറിന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ഇടണം. കാര്യം നിങ്ങൾ ഫീഡ്ബാക്ക് ഇടാത്തോടത്തോളം കാലം ഞങ്ങൾ വീണ്ടും ക്വസ്റ്റ്യൻസ് ഇടാനുള്ള ഒരു മോട്ടിവേഷൻ കുറയും. അതുകൊണ്ട് മോട്ടിവേഷൻ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരരുത്. കാര്യം അത്രയും എഫേർട്ട് എടുത്തിട്ട് സാറുമാർ നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നല്ലേ. അപ്പൊ താഴെ കമന്റ് സെക്ഷനിൽ അത്യാവശ്യം നല്ലൊരു ഫീഡ്ബാക്ക് ഇട്ടേക്കുക. അപ്പൊ ഞാൻ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണും വരെ, ഇറ്റ്സ് മീ വിജാർ സൈനിങ് ഓഫ്. ബൈ.